ഡെസ്ക് റിപ്പോർട്ട്. കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിന് പിന്നാലെ കണ്ണൂർ കോൺഗ്രസിൽ കലാപം. KSU സംസ്ഥാന ഭാരവാഹികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത്. KSU സംസ്ഥാന ഭാരവാഹികളായ മുഹമ്മദ് ഷമാസ്, ഫർഹാൻ മുണ്ടേരി എന്നിവർക്കെതിരെയാണ് പരാതി. വിഷയം പരിഹരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും DCC പ്രസിഡന്റ് ഇടപെട്ടില്ലെന്നാണ് ആക്ഷേപം. അർജുൻ കല്യാൺ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ. കണ്ണൂർ കോൺഗ്രസിൽ സർവകലാശാല തെരഞ്ഞെടുപ്പിന് പിന്നാലെ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണോ? എന്താണ് നടക്കുന്നത്? സുജിയ, കണ്ണൂർ സർവകലാശാലയുടെ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കണ്ണൂർ കോൺഗ്രസിനകത്ത് ഒരു കലാപം ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ പരസ്പരം ആരോപണങ്ങൾ ഉയർത്തുകയാണ്. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ പരസ്പരം നേതാക്കൾ തന്നെ വാക്പോരിലേക്കും പരസ്പരം ചെളി വാരി എറിഞ്ഞുകൊണ്ടുള്ള ഒരു വിഴുപ്പഴക്കിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവായി നമുക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയുന്നത് യൂത്ത് കോൺഗ്രസ് തന്നെ KSUവിൻ്റെ ജില്ലയിലുള്ള 2 സഹഭാരവാഹികൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണവുമായി എത്തുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ DCC പ്രസിഡന്റിന് ഈ 2 ഭാരവാഹികൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകുകയും ചെയ്തിരിക്കുകയാണ്. അതായത് സെനറ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. അതായത് KSUവിന് 2 സീറ്റുകളിൽ ജയിക്കാൻ കഴിയുമായിരുന്നു. അതിൽ ഒന്നിൽ തീർച്ചയായും അനായാസം ജയിക്കാൻ വേണ്ടി കഴിയും, ഒന്നിൽ കഷ്ടിച്ച് ജയിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം KSUവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അത്രയും ഒരു അംഗബലം KSUവിനുണ്ടായിരുന്നു. പക്ഷേ KSUവിൻ്റെ നേതാക്കൾ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞ് മത്സരിക്കുകയും അതിൻ്റെ ഭാഗമായി 2 സീറ്റിലും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ജില്ലയിലെ KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിയും നേതൃത്വത്തിലായിരുന്നു ഇത്തരമൊരു ഗ്രൂപ്പ് തിരിഞ്ഞുള്ള മത്സരം നടന്നത്. ഈ സംഭവം പൊതുമധ്യത്തിൽ പാർട്ടിയെയും അതുപോലെ തന്നെ KSUവിനെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലായിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ അത്തരമൊരു ആരോപണമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC പ്രസിഡന്റിന് ഒരു 1/2 ഡസനോളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഈ പറയുന്ന 2 വിഭാഗങ്ങളും പരാതി നൽകിയിട്ടുണ്ട്. അതിന് പുറമെ ഈ പറയുന്ന ഗ്രൂപ്പുകളിലൊന്നും പെടാത്ത മറ്റ് ചില KSUവിൻ്റെ ഭാരവാഹികൾ പരാതി നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ചില ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ KPCC പ്രസിഡന്റിന് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSUവിൻ്റെ നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെ ഉയരുന്ന മറ്റൊരു ആക്ഷേപം DCC പ്രസിഡന്റ് ഈ വിഷയത്തിലൊന്നും തന്നെ, അതായത് ഈ വിഷയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിനോട് ഈ വിഷയം പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി DCC നേതൃത്വം തികഞ്ഞ പരാജയമാണ് എന്നുള്ള കാര്യം കൂടി ഈ പരാതിയുടെ ഭാഗമായി എല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് വഴക്കിലേക്ക്, ഒരു പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക്, അത് ഈ നേതൃത്വത്തിന് പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്ന നിലപാടുകൾ പോലും ഉണ്ടാവുകയാണ്. ഒരു പരസ്യ കലാപത്തിലേക്ക് തന്നെ കണ്ണൂർ കോൺഗ്രസ് മാറുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. സുജിയ, വിവരങ്ങൾ നൽകിയത് അർജുൻ കല്യാണാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. കൂടുതൽ വാർത്തകൾ വരുന്നു.